നല്ല ചൂടുണ്ടോ? അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല സുഖം കിട്ടും നമ്മുടെ കാലിനൊക്കെ. നല്ല കഴിഞ്ഞ ഒരാഴ്ച മൊത്തം സ്കൂളിൽ പോയി പഠിച്ച് ക്ഷീണിച്ചിരിക്കുന്ന ജവാനെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ ശനിയാഴ്ചയല്ലേ ഒന്ന് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറി സെമ്പവാങ്ങിലുള്ള സ്റ്റോപ്പിലെത്തി. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് സെമ്പവാങ്ങിലുള്ള ഒരു കൊച്ചു പാർക്കിലേക്കാണ്. ഇത് സാധാരണ ഒരു പാർക്കല്ല, വ്യത്യസ്തമായിട്ടുള്ള പാർക്കാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വഴിയേ പറയാം. അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് ഇറങ്ങിയിട്ട് ഏകദേശം 350 മീറ്റർ നമുക്ക് നടക്കാനുണ്ട് ഈ പാർക്കിലേക്ക്. പൊതുവെ നടക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ജവാനെ എടുത്തുകൊണ്ടാണ് നമ്മൾ പാർക്കിലേക്ക് പോകുന്നത്. സിംഗപ്പൂരിൽ നിന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് മറീന ബേ സാൻഡ്സിലെ ആ വലിയ ഹോട്ടൽ കെട്ടിടവും അതുപോലെ തന്നെ ഫ്ലൈയറും എയർപോർട്ടിലുള്ള ആ വാട്ടർഫാൾസും അതുപോലെ തന്നെ മെർലിയൺ പാർക്കിലുള്ള സിംഹത്തിൻ്റെ പ്രതിമയും തുടങ്ങി വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഇതൊന്നും അല്ലാതെ സിംഗപ്പൂർ ഒരുപാട് അറിയപ്പെടാത്ത കാഴ്ചകളുണ്ട്. അതിലൊന്നാണ് ഈ സെമ്പവാങ് ഹോട്ട് സ്പ്രിംഗ് പാർക്ക്. ഇതാണ് സെമ്പവാങ് ഹോട്ട് സ്പ്രിംഗ് പാർക്കിലേക്കുള്ള എൻട്രൻസ്. നമ്മൾ വന്ന ദിവസം മെയിൻ എൻട്രൻസ് വർക്ക് നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ സൈഡ് വഴിയുള്ള ചെറിയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പാർക്കിലേക്ക് പോകുന്നത്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. അവിടെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിലും മനോഹരമായിട്ടുള്ള ചെടികളും പൂക്കളും മരങ്ങളും കണ്ണിന് മനോഹരമായ കാഴ്ച തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സെമ്പവാങ് ഹോട്ട് സ്പ്രിംഗ് പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സിംഗപ്പൂരിലെ ഒരേ ഒരു നാച്ചുറലായിട്ടുള്ള ഹോട്ട് സ്പ്രിംഗ് വാട്ടറാണിത്. 1906 ആദ്യമായിട്ട് ഈ ഹോട്ട് സ്പ്രിംഗ് കണ്ടുപിടിക്കുന്നത്. അന്നത്തെ ഈ ഭൂമിയുടെ ഉടമയായിട്ടുള്ള ആളാണ് ഇത് കണ്ടുപിടിച്ചത്. 2 ഉറവുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഭൂമിയിൽ. എന്നിട്ട് ഇതൊരു സ്ഥലത്തിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏകദേശം 10 to 10:30 ഞങ്ങൾ ഈ പാർക്കിലെത്തുന്ന സമയം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ല. സാധാരണ ഇങ്ങനെയുള്ള സാറ്റർഡേ സൺഡേ ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് തോന്നുന്നു മോർണിംഗ് ആയതുകൊണ്ട് ആളുകൾ വരുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്തപ്പോൾ തിരക്കാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആളുകളൊക്കെ ക്യൂവിലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്തായാലും വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ക്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ ചെരുപ്പ് ഊരി വെച്ചിട്ട് അവിടെ ഇരിക്കാനുള്ള തിണ്ടുണ്ട്. ജസ്റ്റ് കാല് വെള്ളത്തിലേക്ക് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഈ വെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നാച്ചുറലായിട്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് ഉണ്ടായി മുകളിലേക്ക് വരുന്ന വെള്ളമാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ബുക്കിറ്റ് ടീമയാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അതിന് ഒരു കറക്റ്റായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിന് ഭൂമിക്ക് അടിയിൽ നിന്ന് ഉള്ള ചൂട് പാറകളിലൂടെ സഞ്ചരിച്ച് അതിൽ നിന്ന് വരുന്ന ചൂട് കാരണമാണ് ഈ വെള്ളം ചൂടാകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അടിയിൽ ഇത് ഒരുപാട് ചൂടായിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് മുകളിലേക്ക് എത്തുമ്പോൾ അത് 70 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളം ആളുകൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ വന്ന് ബക്കറ്റ് തുണിയൊക്കെ ആയിട്ട് വന്ന് ഇതിൽ വെള്ളം എടുത്തുകൊണ്ട് പോയി ആളുകൾ ദേഹത്ത് തേക്കാനും പിന്നെ കാലിതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കും. അപ്പോൾ കാലിലുള്ള വേദന അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ സ്പാ പോലെ ഇപ്പോൾ കാലിൽ എന്തെങ്കിലും ഡിസീസ് ചെറിയ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറും എന്നൊക്കെയാണ് പറയുന്നത്. നല്ല ചൂടുണ്ടോ? അത്യാവശ്യം നല്ല ചൂടുണ്ട്. നല്ല സുഖം കിട്ടും നമ്മുടെ കാലിനൊക്കെ. നല്ല ഒരു ചെറിയ വാംനെസ്. ജവാനയ്ക്ക് ഒരു ചെറുതായിട്ടൊരു പേടിയാണ്. എന്നാലും കുറച്ച് വെള്ളത്തിൽ വെക്കുന്നുണ്ട്. ഫസ്റ്റ് മുക്കി കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയിരുന്നു അല്ലേ? ആദ്യത്തെ ഒരു ഭയമേ ഉണ്ടായിരുന്നുള്ളത്. ജവാന നൈസാണോ? നൈസാണോ? വളരെ ഒരു ചെറിയ പാർക്കാണ്. അപ്പം സൈഡിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ആളുകൾ വന്നിട്ട് ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി ആ സൈഡിലേക്ക് മാറിയിരുന്ന് ബക്കറ്റിൽ കാല് വെച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ അവിടെ നിന്ന് അവർ തോർത്തിലാക്കിയിട്ട് ദേഹത്ത് മൊത്തം തേക്കും. അങ്ങനെയൊക്കെയാണ് ആളുകൾ ഇതിൽ ചെയ്യുന്നത്. ഇന്ന് തിരക്ക് കുറവാണ്, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെയുള്ള സൗകര്യം കിട്ടി. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ക്യൂവിലൊക്കെ ആളുകൾ ഒരുപാടുണ്ടാവും. ഇവിടെ വരാനായിട്ട് ടിക്കറ്റോ ഒന്നുമില്ല, നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കയറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് എഗ് കുക്കിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ മുട്ട കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിൽ വെച്ചിട്ട് അത് കുക്ക് ചെയ്തു, അത് ബോയിൽ ചെയ്തിട്ട് അത് കഴിക്കും. അതൊരു സ്നാക്സ് പോലെ കഴിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മുട്ടയിൽ എന്തെങ്കിലും ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അത് ജസ്റ്റ് ഈ വെള്ളത്തിൽ മുട്ട കുക്ക് ചെയ്ത് അങ്ങനെ ഒരു സ്ഥലം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇതുപോലെ പാത്രത്തിലൊക്കെ മുട്ട കൊണ്ടുവന്നിട്ട് അത് പുഴുങ്ങി കഴിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്നും. അങ്ങനെ ഈ ഒരു വെള്ളത്തിൻ്റെ സവിശേഷതയാണ് ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിനായിട്ട് ഞാനതിൻ്റെ ലിങ്കും കൂടുതൽ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഈ വരുന്ന വഴിക്ക് ഈ പാർക്കിലേക്ക് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു ഗ്ലാസ് ഹൗസ് റെസ്റ്റോറൻറ്റും ഉണ്ട്. അത്യാവശ്യം ചായ, കാപ്പി അതുപോലെ തന്നെ സ്നാക്സൊക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് സൗകര്യമില്ല. വണ്ടി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും HDBയുടെ അടിയിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വരാൻ. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ല.